ഷീതേ, ആലപ്പുഴ ഓമനപ്പുഴയില് അച്ഛൻ മകളെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയ വാർത്ത ഇപ്പോൾ കോളുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുറേയധികം അപ്ഡേറ്റ്സ് വരുന്നത്. അച്ഛൻ മാത്രമല്ല അതിൽ പങ്കാളി, അമ്മയും ഉണ്ട്. അമ്മയും കൂടെ കൂട്ടു നിന്നിരുന്നു. അവരുടെ അമ്മാവനുണ്ടായിരുന്നു. ഇനിയും കൂടുതൽ ആളുകൾ പെട്ടിട്ടുണ്ടോ ഏഞ്ചൽ ജാസ്മിൻ, അതാണ് ആ പെൺകുട്ടിയുടെ പേര്. 28 വയസ്സുകാരിയാണ്. നല്ല മുല്ലപ്പൂവിന്റെ മണവും മാലാഖയുടെ പേരും ഒക്കെ ഇട്ടുകൊണ്ട് തീരദേശ പ്രദേശമാണ്. ഞാൻ ആലപ്പുഴക്കാരിയാണല്ലോ. ആലപ്പുഴ എന്ന ഓമനപ്പുഴ എന്ന് പറയുന്നത് കടൽ തീര പ്രദേശമാണ്. അവിടെ മത്സ്യത്തൊഴിലാളികളാണ് കൂടുതൽ തിങ്ങി പാർക്കുന്ന സ്ഥലമാണ്. നല്ല സ്ഥലമാണ്, നല്ല രസമാണ് കാണാനൊക്കെ. ഓമനപ്പുഴ കടൽപ്പുറത്ത്, അതെ അതെ, അത് നല്ല സ്ഥലമാണ്. പക്ഷെ അവിടെ ഇങ്ങനെ അവിടെ വീടും പരിസരമൊക്കെ കണ്ടിട്ട് അങ്ങനെ വലിയ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ഇന്നിപ്പോ ഭർത്താവുമായിട്ട് പിണങ്ങി ഓരോരോ കാരണങ്ങൾ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഇപ്പൊ കുട്ടികളെ തിരിച്ച് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തിരിച്ചു വന്ന് കയറി നിൽക്കുന്ന അവസ്ഥകൾ സ്വാഭാവികമാണ്. ഇത് നാച്ചുറൽ നടക്കുന്ന അല്ലെങ്കിൽ കോമൺ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഇപ്പോൾ ഇതിനകത്ത് വരുന്ന കാരണം ഇവൾ വീട്ടിൽ വൈകി വന്നു എന്ന് പറയുന്നത് അതൊക്കെ ഒരു കാരണമാണ്. പക്ഷേ വൈകി വന്നു എന്ന് പറഞ്ഞിട്ട് മകളെ കാരണമല്ലാതാകുന്നില്ല. സ്ഥിരമായി ഒരു പെൺകുട്ടി വീട്ടിൽ വൈകിട്ട് ഇപ്പം അസമയം എന്ന് ഞാൻ പറയില്ല, അസമയം അങ്ങനെ ഒരു അസമയം ഒന്നും ഇല്ല ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷെ ഒരച്ഛന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴേ ഭർത്താവുമായി പിണങ്ങി കഴിയുന്നൊരു മകൾ, അവൾ സ്ഥിരമായി അച്ഛനോട് എവിടെ പോകുന്നു എന്ന് പറയാതെ അല്ലെങ്കിൽ എവിടേക്കാണെന്ന് കൃത്യമായ മറുപടി നൽകാതെ വീട്ടിൽ നിന്ന് പോവുകയും തിരിച്ച് ഏറെ വൈകി വീട്ടിലേക്ക് വരുമ്പോൾ അതിനെ ചൊല്ലിയുള്ള തർക്കം അല്ലേ, അതാണ് മരണത്തിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് അച്ഛന്റെ ഭാഗത്തും കുറേയേറെ ശരികളുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല അതൊരു സദാചാര പോലീസ് കളിയായിട്ട് ഞാൻ എപ്പോഴും പറയും. സദാചാരത്തെ ഞാനും പിന്നെ എന്തിനാണ് വൈകി വരുന്നതിന് എന്തിനാണ് പിന്നെ കൃത്യമായ മറുപടി മകൾ കൊടുത്തിട്ടുണ്ടാവാനുള്ള കൊടുത്തിട്ടില്ല എന്ന് കരുതി ഒരാളെ കൊല്ലാനുള്ള അധികാരമുണ്ടോ? കൊല്ലാനുള്ള അധികാരമില്ല. ഇപ്പൊ ചില തന്തമാര് പറയും ഞാൻ ജനിപ്പിച്ച ഫലത്തിലെ മാങ്ങ ഞാൻ തന്നെ കഴിക്കും, അല്ലെ ജനിപ്പിച്ച് ഞാൻ നട്ട വൃക്ഷത്തിലെ മാങ്ങ ഞാൻ തന്നെ കഴിക്കും എന്ന് പറഞ്ഞ് മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നാനില്ല. പക്ഷെ എങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഇത്രയും 28 വയസ്സുണ്ട്, അത്യാവശ്യം പ്രായമുള്ള ന്യായീകരിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ചോദ്യം ചെയ്തുകൂടാ. ചോദ്യം ചെയ്താ അത് അച്ഛൻ നല്ല ആൾക്ക് ചെയ്യാം. എങ്കിലും ചെയ്ത് നമ്മൾ പറയേണ്ടത് ഒരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് അവരുടെ ജീവിതമാണ്. അവരുടെ പാട്ടിന് വിടൂ. അവർക്ക് താല്പര്യമെങ്കിൽ അവരെ ഇറക്കി വിടാം. അവൾ 18 വയസ്സുകാരിയല്ല. ഷീസ് മെച്ചുവേർഡ്. അവര് കല്യാണം കഴിഞ്ഞവരാണ്. ഭർത്താവുമായി പിണങ്ങി 2 വർഷമായിട്ട് വീട്ടിലുണ്ട്. അപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് എന്ത് അധികാരം? അല്ല, അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് മാറി താമസിക്കാമായിരുന്നു. അതല്ലേ ചെയ്യേണ്ടത്. പക്ഷെ കൃത്യമായി ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല. പക്ഷെ എന്നാലും വലിയൊരു എന്താ പറയാ, ആലപ്പുഴ ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഹൈബ്രിഡ് കഞ്ചാവ് പിടിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെ ഈ ഇതുപോലുള്ള മറ്റൊന്ന് ഈ തുടക്കത്തിലുള്ള ഈ വാർത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കണമെന്നില്ല. നമ്മൾ ഈ പിഞ്ചു കുഞ്ഞിനെ കൊന്ന സംഭവം നമ്മൾ കണ്ടല്ലോ. ഒടുവിൽ കുഞ്ഞിന്റെ അച്ഛന്റെ അനിയൻ ആദ്യം ചെല്ലുന്ന അമ്മ എറിഞ്ഞു കൊന്നു രീതിയിൽ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അമ്മയെ ശപിച്ചു. പക്ഷെ പിറ്റേ ദിവസം രാത്രിയായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പക്ഷെ പോലീസുകാർക്ക് അറിയാമായിരുന്നു. ബട്ട് അത് മാധ്യമത്തിന് വിട്ടപ്പോൾ അവൻ രക്ഷപ്പെടാതിരിക്കാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ പിന്നെ അതേപോലെ ഇതിപ്പോ തുടക്കത്തില് വീട്ടിലേക്ക് വൈകി വന്നതുകൊണ്ട് മകളെ ഇനി അതാണോ എന്താണ് മാത്രമല്ല മറ്റു ബന്ധുക്കൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കൊല്ലുന്നത് അല്ലേ, അതൊക്കെ എന്താണ് നമുക്കറിയില്ല. നമ്മൾ കാട്ടു ജാതിയിലാണോ, നമ്മൾ എന്തായി നമ്മൾ അബോർജിൻസ് ആയി മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് അറിഞ്ഞൂടാ ശേഷി പേടി വരുന്നു ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും നമുക്കത് വിശ്വസിക്കാൻ. ഇപ്പൊ ഞാനിത് ഷീത്തിനോടും ഷീത്ത് എന്നോട് ഡിസ്കസ് ചെയ്യുമ്പോഴും നമുക്കൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പരസ്പരം നുള്ളി നോക്കേണ്ട അവസ്ഥയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മളുടെയൊക്കെ നമ്മൾ ചെറിയ കുഞ്ഞായി വളർത്തിക്കൊണ്ടുവന്ന് അത് ആ മക്കളുടെയൊക്കെ വളർച്ച കണ്ട് ആസ്വദിക്കുന്ന ആളുകളാണ്. ഇപ്പം എനിക്ക് എൻ്റെ മൂത്ത ചേച്ചിയുടെ മകൾ, അവളാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഒരു മകൾ. അതിനിപ്പോ 10-20 വയസ്സ് കഴിഞ്ഞു. അതിന് താഴെയുള്ള മക്കൾ, എൻ്റെ ചേട്ടൻ്റെ മക്കൾ, അവരൊക്കെ വളർന്നു വരികയാണ്. അവർ സ്കൂളിൽ പോകുന്നതും പിന്നെ കോളേജിലേക്ക് പോകുന്നതും ഒക്കെ നമ്മളിങ്ങനെ കണ്ട് മോഹിക്കുകയല്ലേ വളർച്ച അല്ലെ. അങ്ങനെയുള്ള മക്കളെയാണ് ഇങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നത്. ഇതിന്റെ പേരിലായാലും ഷീതനോട് ഞാൻ യോജിക്കും. കാരണം അച്ഛന് ഒരു വാത്സല്യം കൊണ്ട് ചോദിക്കാം. ഈ പറയുന്ന പോലെ നമുക്ക് അവള് ഒരു എൻറ്റിറ്റി ആണ്, അവരൊരു വേറൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാലും സ്വാഭാവികമായിട്ട് അവരുടെ വീട്ടിൽ കഴിയുമ്പോൾ അച്ഛൻ ചോദിക്കും, അച്ഛനാണ് ഗൃഹനാഥൻ, എന്തുകൊണ്ട് വൈകി വരുന്നു. പക്ഷെ എങ്ങനെ ഒരു കഴുത്ത് ഞെരിച്ച് നമുക്ക് കഴുത്തിപ്പോ ദേഷ്യത്തിന് നമ്മൾ ചിലപ്പോൾ ചില അച്ഛന്മാര് മദ്യലഹരിയിലൊക്കെ കഴുത്തെ പിടിച്ച് തള്ളുക. എനിക്ക് വരുന്ന വാർത്തകൾ കണ്ടിട്ട് മനസ്സിലാകുന്നത് പ്ലാനിങ് ആയിരുന്നു ഇവര് അല്ലെ, കുടുംബം മുഴുവൻ. അതായത് ഇവളെ കഴുത്തിന് തിരിച്ച് വില്ലുന്നത് കൂടാതെ തോർത്ത് പിടിച്ചു കൊടുക്കുന്നു. അപ്പൊ അത്രയ്ക്ക് വെറുക്കപ്പെട്ടവളായിരുന്നു ഈ പെൺകുട്ടി. അറിയില്ല, എന്തായാലും അപ്ഡേറ്റ്സുകൾ അറിയാത്തത് കൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ ഈ വരുന്ന വൈകി വീട്ടിലേക്ക്
വന്നതുകൊണ്ട് മാത്രം ഇങ്ങനൊരു കൊല്ലപ്പെടലുണ്ടായി ഉണ്ടായി എന്നുള്ളത് പക്ഷേ കൂടുതൽ അറിയില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഞാൻ അച്ഛന്റെ ഭാഗത്ത് നിന്നത് അച്ഛൻ കൊന്നത് കൊണ്ടല്ല, ചോദ്യം ചെയ്യാം. വീട്ടിലേക്ക് സ്ഥിരമായി അങ്ങനെ പാടില്ല എന്നാണ് ഇനിയിപ്പോ പറയുന്നത്. ചോദ്യം ചെയ്യാനും പാടില്ല. കാരണം അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇപ്പൊ ഈ MDMA പോലുള്ള അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ അതിന്റെയൊക്കെ കേരിയർമാരായി പെൺകുട്ടികൾ മാറുന്ന കാലമാണ്. പിന്നെ ഞാൻ പറഞ്ഞത് വേറെ കൂടെ, അച്ഛൻ്റെ അമ്മയുടെ ആരോഗ്യത്തിന് അതാണ് നല്ലത്. ഒരു കണക്കിന് അറിയാലോ, ചോദ്യം ചെയ്തതിന് അഫാൻ തല്ലിക്കൊന്നത് അച്ഛനെ അമ്മയും. അതെ, അതുപോലെ ചോദ്യം ചെയ്തതിന് കൊന്നതാണ് ഓപ്പോസിറ്റുള്ള 3 വീട്ടുകാരെ ചോദ്യം ചെയ്തതിന് പ്രതി കൊന്നത്. അമ്മയെ വെട്ടിക്കൊന്നു. ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പാടില്ല, പേടിച്ച്. ഇപ്പൊ റീലുകൾ പോലും അങ്ങനെയാണ്, മിക്ക റീലുകൾ പോലും അങ്ങനെയാണ്. മോനെ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേടാ, അപ്പൊ അയ്യോ അച്ഛ ഇത് ഞാൻ പിന്നെ പാറ്റയെ കൊണ്ടുവന്നതാണെന്ന് വടിയൊക്കെ കാണിച്ച് തമാശയാക്കി മാറ്റി. അച്ഛനെ അമ്മനെയും കൊല്ലുന്നത് തമാശയായി മാറിയിരിക്കുന്നു. അപ്പൊ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ കൊലപാതകത്തിനായിരിക്കല്ല, പക്ഷെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം ഈ MDMA ഒക്കെ ഈ പറയുന്ന അച്ഛനും അമ്മയും താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അവിടെ വെച്ച് വിൽപ്പന നടത്തിക്കൂടെ? നടത്താൻ. കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവിന്റെ കയ്യിൽ നിന്ന് അതെ, കോൺഗ്രസ് നേതാവിന്റെ കഞ്ചാവാണ് പിടിച്ചിരിക്കുന്നത്. അതിന് മുമ്പ് CPI നേതാക്കന്മാർ വേണ്ട. നമ്മുടെ ഈ മറ്റേ എന്താ പറയുന്നത്, ഇവിടുത്തെ ഒരു പീഡന കേസ്, ഒരു പിഞ്ചു കുഞ്ഞിനെ കെട്ടിത്തൂക്കിയത്, ലായത്തിലെ കേസ്, അത് CPM ലോക്കൽ നേതാവായിരുന്നു. അപ്പൊ അങ്ങനെ പല സംശയങ്ങളും ഉണ്ടാവുന്ന ഒരു അച്ഛൻ മകളെ നീ എന്തിനാണ് നേരം വൈകി വരുന്നത്, നീ എവിടെയാണ് പോകുന്നത്, മാനസിക നില ഒന്ന് പരിശോധിക്കുന്ന നല്ലതായിരിക്കും ചിലപ്പോൾ. അങ്ങനെയും ഉണ്ടാവുക. എനിക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരാത്തതുകൊണ്ട് നമ്മളിലേക്ക് അധികാരം. പക്ഷേ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക.